സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ്. ഈ ഭർത്താവിനാണെങ്കിൽ ഭാര്യ എന്ന് വെച്ചാൽ ജീവൻ്റെ ജീവൻ. ഈ ഭാര്യ എന്തു പറഞ്ഞാലും ആകാശത്തിന് താഴെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഈ ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കും. നമ്മുടെ കളിപ്പാട്ടം എന്ന സിനിമയിലെ മോഹൻലാൽ ഉർവശിയെ സ്നേഹിക്കുന്നൊരു സ്നേഹമുണ്ടല്ലോ, എപ്പോഴും മോളെ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം. അത് വല്ലാത്ത സ്നേഹമല്ലേ? അതുപോലെയാണ് ഈ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത്. ഇനി ഭർത്താവിൻ്റെ പ്രത്യേകത, ഇയാൾ സുമുഖനാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, കുടുംബം എന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനാണ്, കഠിനാധ്വാനിയാണ്, എന്ത് കാര്യം അറിഞ്ഞു ചെയ്യുന്ന ഒരു ഭർത്താവാണ്. ഈ ഭർത്താവ് ഒരിക്കൽ ഈ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുകയാണ്. നമ്മൾ ചിന്തിക്കുക എന്തെങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം കാണുമല്ലോ. വ്യക്തമായൊരു കാരണമുണ്ട്. നെയ്യാറ്റിൻകരയിൽ ഭർത്താവ് വ്ളോഗർ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് പിന്നിലെ കാര്യകാരണങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. നെയ്യാറ്റിൻകര വ്ളാത്താങ്കര ഗ്രാമം ഞെട്ടിപ്പോയൊരു പകലായിരുന്നു അന്ന്. കാരണം കേട്ടവർക്കൊന്നും ഈ വാർത്ത വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചുമ്മാ കള്ളം പറയുമോ, നീ പോയി അന്വേഷിച്ച് എന്നൊക്കെയുള്ള ഒരു ധ്വനിയാണ് പലരും കേട്ടത്. കാരണം ആ വാർത്ത ആർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല. എന്തായാലും സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പലരും ആ വീട്ടിലേക്ക്, ആ വലിയ വീട്ടിലേക്ക് ഓടിക്കൂടി. സത്യമാണത്. ഭർത്താവായ വിഷ്ണുനാഥ് എന്ന് പറയുന്ന ഒരുത്തൻ സ്വന്തം ഭാര്യ, അതായത് 33 വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയും സുമുഖിയുമായിട്ടുള്ള ഒരു വ്ളോഗർ കൂടിയായിട്ടുള്ള അൽമയെ കൊന്നിട്ടിരിക്കണം ആ വീടിനുള്ളിൽ. അതും മൃഗീയമായിട്ടാണ് ഈ പെൺകുട്ടിയെ കൊന്നിരിക്കുന്നത്. ശരീരം ആസകലം മുറിവാണ്, കൈയുടെ വിരലറ്റ് പോയിരിക്കുന്നു, കഴുത്തിന് വെട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ശരീരത്തോട് എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ, അതായത് മൃഗീയമായിട്ട് പെരുമാറാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ പെരുമാറിയിരിക്കുകയാണ്. നാട്ടുകാർക്ക് ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണമുണ്ട് കേട്ടോ. ഈ വീട്ടിൽ താമസിക്കുന്നത് വിഷ്ണുവും അൽമയും മാത്രമാണ്. ഒരാൾ പോലും സഹായിക്കാൻ പോലുമില്ല. ഒരു വലിയ വീടാണെന്ന് പറഞ്ഞല്ലോ, ബന്ധുക്കളൊക്കെ കുറച്ച് അകലെയാണ്. അതുകൊണ്ട് ഈ വീടിനുള്ളിൽ എന്ത് നടന്നാലും പ്രത്യേകിച്ച് പുറത്താർക്കും അറിയാൻ പറ്റത്തില്ല. വിഷ്ണുവും അൽമയും ഭയങ്കര സ്നേഹത്തിലാണ്. എപ്പോഴും ഇവർ ഒരുമിച്ചേ കാണത്തുള്ളൂ. യാത്ര ചെയ്യുന്ന ഒരുമിച്ച്, വ്ളോഗ് ചെയ്യുന്ന ഒരുമിച്ച്, പാചകം ചെയ്യുന്ന ഒരുമിച്ച് എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇവരെ എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഒരു വിഷമം ഇവർക്കുള്ളിലുള്ള കാര്യം ഒരാൾക്ക് പോലും അറിയത്തില്ല. പക്ഷേ ഇവർക്കൊരു വിഷമമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഇവർക്ക് വർഷങ്ങളായിട്ട്, അത് കല്യാണം കഴിച്ചിട്ട് 9 വർഷമായി, ഇവർക്ക് കുട്ടികളില്ല. സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ഇത്രയും വർഷമായിട്ട് ആ വീട്ടിൽ 2 പേരും മാത്രമേ ഉള്ളൂ. കുട്ടികളില്ല എന്നുള്ളൊരു വിഷമം തന്നെയാണ്. പക്ഷേ ഈ വിഷമം മറക്കാൻ വേണ്ടി വിഷ്ണു എന്ന് പറയുന്ന PSC അധ്യാപകൻ, അദ്ദേഹം അധ്യാപകനാണ്, മിടുക്കനാണ്, ഒരുപാട് ഡിഗ്രി ഉള്ള ആളാണ്, അറിയാമല്ലോ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നല്ല ഒരു കുടുംബം നയിക്കുന്ന ആളാണ്. അയാൾ ഈ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് മൃഗങ്ങളെ, അതായത് പൂച്ചകൾ, പട്ടികൾ, കോഴികൾ, അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങളെയൊക്കെ ആ വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇതിനെയൊക്കെ പരിപാലിക്കുന്നതും നോക്കുന്നതെല്ലാം അൽമയാണ്. അൽമയ്ക്ക് ഈ വളർത്തുമൃഗങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. പൂച്ചകൾക്ക് തീറ്റി കൊടുക്കുന്നതും അതിനെ കൊഞ്ചിക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു രസം തന്നെയാണ്. ആ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കുട്ടികളില്ല എന്നുള്ള വിഷമമൊക്കെ മറന്നുകൊണ്ട് ഈ മൃഗങ്ങളെ, അതായത് കുഞ്ഞു മൃഗങ്ങളെയൊക്കെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഈ ദുരന്തം കേട്ട് ആൾക്കാർ നടുങ്ങി വിറയ്ക്കുന്നത്. ഇവരുടെ വീഡിയോസൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും ഇങ്ങനെ ആഹാരം ഉണ്ടാക്കുന്നതും മൃഗങ്ങളെ പരിപാലിക്കുന്നതൊക്കെ ഒരു വീഡിയോ ആയിട്ടൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യും. അതൊക്കെ നാട്ടുകാർക്ക് അറിയാം. അങ്ങനെ സോഷ്യൽ മീഡിയ താരങ്ങൾ കൂടിയാണ് ഈ വിഷ്ണു അൽമയും കൂടി. അങ്ങനെ എന്തായാലും ഇതൊരു ചർച്ചാ വിഷയമായി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവരെങ്ങനെ പരിചയപ്പെടുന്ന അറിയാമോ? വിഷ്ണുവും ഈ അൽമയും തമ്മിൽ പരിചയപ്പെടുന്നത് യാദൃച്ഛികമായിട്ടാണ്. വിഷ്ണു ഈ അൽമയുടെ അധ്യാപകനാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേറ്റങ്കര അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് BA പഠിക്കാൻ കഴിഞ്ഞു. അത് PGക്ക് അവിടെ തന്നെ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് യമ അവിടെ പഠിപ്പിക്കാൻ പോയി, അധ്യാപകനായിട്ട്. അപ്പോഴങ്ങനെ എവിടെ കണ്ടിട്ട് ഇവിടെ അച്ഛനായിട്ട് ഇവിടെ വന്നിട്ടാണ് എൻ്റെ ചോദിക്കുന്നത്. അധ്യാപകനും ശിഷ്യയായിരുന്നു അല്ലേ? അതെ, പഠിപ്പിച്ച വിദ്യാർത്ഥി. 2 വീട്ടുകാരുടെ സമ്മതത്തോടെ രജിസ്റ്റർമാരെയൊക്കെ നടത്തി ഇപ്പോൾ പുതിയൊരു ജീവിതം നയിച്ചു വരികയാണ്. ആരൊക്കെയാ? നമ്മുടെ വിഷ്ണു അൽമയും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിഷ്ണുവിന് ബന്ധുക്കളൊക്കെ ഉണ്ട്, ഒരു സഹോദരനുണ്ട്, അമ്മയുണ്ട്. പക്ഷേ അച്ഛനില്ല. ഇവിടെ അൽമയ്ക്കാണെങ്കിൽ അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്, സഹോദരിമാരൊക്കെ ഉണ്ട്. 2 പേർക്കും ബന്ധുക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ബന്ധുക്കളൊക്കെ ഇവരെ ഈ വീട്ടിലേക്ക് ആക്കിയിരിക്കുന്നത്. അങ്ങനെ വർഷങ്ങളായിട്ട് സന്തോഷകരമായിട്ട് ജീവിതം നയിച്ചു വരുമ്പോഴാണ് ഈ ദുരന്തം ഈ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. 9 വർഷമായിട്ട് പൊന്നെ തേനെ മോളെ ചക്കരയെന്നും പറഞ്ഞ് നടന്ന വിഷ്ണു എന്ന് പറയുന്ന മിടുക്കനായ അധ്യാപകൻ ഈ ഭാര്യയായ വ്ളോഗറായിട്ടുള്ള അൽമയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ മുതൽ ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവരുടെ നാവിൽ നിന്ന് ഉയരുകയാണ്. എന്തുകൊണ്ടായിരിക്കാം? സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം എന്തായിരിക്കും അല്ലേ? സംശയരോഗം വരാം, അല്ലെങ്കിൽ ഈ ഒരുപാട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഫുൾ ടൈം ഈ സ്ത്രീ മൊബൈലിനോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ അടിമയായിരുന്നു, അതുകൊണ്ട് ഭർത്താവിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടുകേൾവിയുള്ള അല്ലെങ്കിൽ കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ നിറഞ്ഞു വന്നിരിക്കുന്നത്. എന്തായാലും ആ സത്യം അറിയണമെങ്കിൽ നമുക്ക് നേരെ അൽമയുടെ വീട്ടിലും പോകണം, തിരിച്ച് നമുക്ക് വിഷ്ണുവിൻ്റെ വീട്ടിലും പോകണം. നമ്മളിപ്പോൾ ആദ്യം പോകുന്ന അൽമയുടെ വീട്ടിലേക്കാണ്. അവിടെ അൽമയുടെ അച്ഛനുണ്ട്, അൽമയുടെ രണ്ടാനമ്മയുണ്ട്, സഹോദരിമാരൊക്കെ ആ വീട്ടിലുണ്ട്. പക്ഷേ അവർ പറഞ്ഞൊരു കാരണമുണ്ട്. ഈ അൽമയെ കല്യാണം കഴിക്കുമ്പോൾ
ഈ വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഈ അൽമയ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ അൽമയുടെ വീട്ടുകാർക്ക് അറിയത്തില്ല. അത് മറച്ചു വെച്ചാണ് ഈ വിഷ്ണു അൽമയെ കല്യാണം കഴിച്ചത്. അന്നു മുതൽ തുടങ്ങിയ വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിത്തിരി ഉണ്ടായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോലും ഈ വിഷ്ണു സമ്മതിക്കുന്നില്ല. അത് ഡൈവേഴ്സ് വരെ എത്തി നിൽക്കുകയാണ്. പലപ്പോഴും ഈ അൽമ ഡൈവേഴ്സിന് ചോദിച്ചിട്ട് പോലും വിഷ്ണു സമ്മതിക്കുന്നില്ല. വിഷ്ണുവിന് ഈ ഭാര്യ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അന്നു മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർക്ക് വന്നിട്ട് മക്കളില്ല. കാരണം ഇവൻ എന്നറിയാം, ഈ കല്യാണത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഈ ചികിത്സ നടത്തിയിട്ടുണ്ട് ബെല്ലൂർ ഹോസ്പിറ്റൽ വിഷ്ണു. അപ്പോൾ അവിടെ നിന്ന് കൺഫേം ചെയ്തു മക്കളുണ്ടാവില്ല എന്നുള്ളത്. അത് ഈ പെൺകുട്ടിക്ക് അറിയാം. ആർക്കും അറിഞ്ഞൂടാ, നമുക്ക് അറിഞ്ഞൂടായിരുന്നു, അൽമയ്ക്കും അറിയത്തില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു രഹസ്യമായിട്ട് വെച്ചിട്ടാണ്. അതെ. പിന്നെ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ നിർബന്ധമായിട്ട് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ എന്താ ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ആ ഡൈവേഴ്സ് ചെയ്യൂല എന്നുള്ള ഇത് വന്നപ്പോഴത്തേക്കാണ് ഇതിങ്ങനെയുള്ള സംഭവം ഉണ്ടായത്. അൽമയുടെ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. പക്ഷേ ഇത് നഖശികാന്ത എതിർക്കുകയാണ് വിഷ്ണുവിൻ്റെ സഹോദരൻ. വിഷ്ണുവിൻ്റെ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ അൽമയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ വിഷ്ണു ഈ അൽമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത്രേ. തനിക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം തന്നെ സ്വീകരിച്ചാൽ മതി. പക്ഷേ ഇത് 2 കൈ നീട്ടി അൽമ സ്വീകരിച്ചു. അങ്ങനെ മംഗളകരമായിട്ടാണ് ജീവിതം അവർ മുന്നോട്ട് നയിച്ചത്. ഈ അച്ഛൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്നാണ് ഈ വിഷ്ണുവിൻ്റെ സഹോദരൻ പറയുന്നത്. ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവാത്ത കാര്യം അറിയിച്ച് തന്നെയാണ്. ആ സമയത്ത് അവന് പണ്ട് തൊട്ടേ അവന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എല്ലാം പറഞ്ഞിട്ടാണ് കിട്ടിയത്. ഇനി കുട്ടികൾ ഉണ്ടാവത്തില്ല. നമ്മൾ സാധാരണയായിട്ടെ കല്യാണം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടാവില്ലെന്നൊക്കെ അറിയുന്നത്. മുമ്പ് ഒരു ടെസ്റ്റ് നടത്തേണ്ട കാരണം അല്ല, ഇത് ഇവര് എന്ന് വെച്ചാൽ കൊച്ചിന് അത്യാവശ്യം ഇവൻ്റെ ഫിസിക്കൽ ഇതിലൊക്കെ കുറേ ആങ്സൈറ്റി ഉണ്ടായിരുന്നു കൊച്ചിന്. അങ്ങനെ ആണ് ഒരു സംശയം തോന്നിയിട്ട് ഇവർ കൊണ്ടുവന്ന് പിന്നെ വലിയൊരു എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത്. അവൻ്റെ ലൈംഗിക അവയവത്തിന് മാറ്റങ്ങൾ വല്ലതും ചെറുതിലെ കാണുമായിരിക്കും. ഉണ്ടാവും. പിന്നെ മാംസം എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഇതുകൊണ്ടും തീർന്നില്ല. ഇനി അടുത്ത കാരണം പറയുകയാണ്. വിഷ്ണുവിൻ്റെ മട്ടു മാറി, സ്വഭാവം ആകെ മാറി. സ്നേഹിച്ചാണല്ലോ അവർ കല്യാണം കഴിച്ചത്, അധ്യാപകനും ശിക്ഷയുമാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ വെറും വാക്കുകൾ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. വിഷ്ണുവിന് ഇപ്പോൾ സ്ത്രീധനം വേണം, പെണ്ണ് പോരാ. അങ്ങനെ സ്ത്രീധനത്തെ ചൊല്ലി ഇവർ തമ്മിൽ വഴക്കായി. അതാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് ഈ ആൽമയുടെ രണ്ടാനമ്മ പറയുന്നത്. നമ്മളെ ഉദ്ദേശം സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് ആ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തെന്നാണ് നമ്മളെ വിശ്വാസം. അതൊരു മനുഷ്യന് പൈസ ബുദ്ധിമുട്ട് അല്ല, പിന്നെ 2 ലക്ഷത്തിന് കൂടുതൽ നമ്മൾ കൊടുക്കാറുണ്ട് പൈസ. നിങ്ങൾ കൊടുക്കാറുണ്ട് സ്ത്രീധനം അല്ലേ, കാറിൻ്റെ പൈസ. അപ്പം അത് നമുക്ക് കൊടുക്കാനില്ല. അതിൻ്റെത് നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. ആകാശത്തിന് കീഴിലുള്ള എന്തു സാധനം വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സും സാമ്പത്തികവും ഉള്ള ആളാണ് വിഷ്ണു എന്നാണ് ആര് പറയുന്നത്? വിഷ്ണുവിൻ്റെ സഹോദരൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ സ്ത്രീധന വിഷയം വെറും കെട്ടിച്ചമച്ച കഥയാണെന്നാണ് ഈ വിഷ്ണുവിൻ്റെ വീട്ടുകാർ ആരോപിക്കുന്നത്. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മുമ്പിൽ എഴയുകയാണ് ചെയ്യുന്നത്. അവൾ എന്ത് പറയുന്നോ അതനുസരിച്ച് ഇവൻ ചെയ്യും. നിങ്ങൾ ഒരു ആ റൂം ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു വീട് ചെയ്യേണ്ട പൈസ മൊത്തം അതിനകത്ത് ഫർണിഷിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റികൾ കാര്യങ്ങൾ എല്ലാം ആണ്. അവനെ സംബന്ധിച്ച് അവളൊരിക്കലും വിട്ടുപോകുന്നത് അവനെ ചിന്തിക്കാൻ പറ്റാത്തതാണ്. അവനുള്ള ലോകമാണ്. അവൾ വരയ്ക്കുന്ന വര, അതിൻ്റെ അപ്പുറമൊന്നും അവൻ ഇതുവരെയും പോയിട്ടുമില്ല, പോകത്തുമില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്തയാൾ ഒരാൾ പോലും ന്യായീകരിക്കത്തില്ല, അവൻ എത്ര നല്ലവനാണെങ്കിൽ പോലും. പക്ഷേ ഇവിടെ വിഷ്ണു ഈ അൽമയെ കൊലപ്പെടുത്തിയിട്ട് പോലും ഈ അൽമയുടെ ബന്ധുക്കൾ ആരും ഈ വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുന്നില്ല. അവൻ നല്ലവനാണ്, നല്ല സ്വഭാവമുള്ളവനാണ്, കഠിനാധ്വാനിയാണെന്നൊക്കെയാണ് ഈ അൽമയുടെ വീട്ടുകാർ പോലും പറയുന്നത്. ആള് പാവമാണ് വിഷ്ണു. നമ്മളെ അടുത്തൊക്കെ വലിയ കാര്യമായിരുന്നു. വരുമ്പോൾ നല്ല കാര്യമാ. എൻ്റെ അടുത്തൊക്കെ വലിയ, എൻ്റെ അടുത്തും അവള് അനിയത്തിയുടെ അടുത്തൊക്കെ നല്ല കാര്യം. അധ്യാപകൻ കൂടിയല്ലേ? കാണിക്കാറുണ്ട്. സ്വഭാവത്തിൽ വേറൊരു പ്രത്യേകത ഒന്നും കാണിട്ടില്ലല്ലേ? ഒരു പ്രത്യേകത. നിങ്ങൾ കേട്ടല്ലോ, കേട്ടിട്ട് എന്തോ തോന്നി? ഇതൊക്കെ ഒരു കാരണമാണോ? സ്ത്രീധനം കിട്ടിയില്ല, കുട്ടികളില്ല, അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കാനേ പറ്റത്തില്ല. പക്ഷേ യഥാർത്ഥ കാരണം മറ്റെന്തോ ആണെന്നുള്ള കാര്യത്തിൽ തർക്കം ഒന്നുമല്ല. കാരണം ഇത്രത്തോളം ഭാര്യയെ പൊന്നുപോലെ സ്നേഹിച്ച ഒരാൾ നിഷ്കരണം ആ ഭാര്യയെ കൊന്നു കളയുക എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഇപ്പോൾ ഈ വിഷ്ണുവിൻ്റെ സഹോദരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുട്ടിക്കൊരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശം ഒരു സംശയമുണ്ട്. ഇല്ലീഗൽ ബന്ധം ഉണ്ട് ഇപ്പോൾ? ഉണ്ട്. അത് പക്ഷേ അവ പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മൾ അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയുന്നത്. അവൻ പറയുന്നത് അൽമയുടെ കാമുകൻ എന്ന് പറയുന്ന പയ്യൻ ഈ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന ഡെലിവറി ബോയിയാണ്
അങ്ങനെ ബന്ധം സ്ഥാപിച്ചു. ഈ വീട്ടിൽ വന്നു പോകുന്ന കാര്യമൊക്കെ വിഷ്ണു അറിയുന്നുണ്ടാവുമോ? വിഷ്ണു അറിയുന്നത് ആരോ പറഞ്ഞിട്ട് കുറച്ച് കാലം എന്തോ ആയിട്ടുള്ളൂ എന്നറിഞ്ഞു. പിന്നെ അവളുടെ അടുത്ത് ചോദിച്ചു, വിഷ്ണു ചോദിക്കുന്നു, അവൾ എഗ്രി ചെയ്യുന്നു. അവൾ എന്തൊക്കെ ചോദിച്ചത്? നിങ്ങൾ ശരിയായിട്ട് ബന്ധപ്പെട്ടോ? അതൊക്കെ അവൻ്റെ സുഹൃത്താണ്, എൻ്റെ അടുത്താണ് ഇവയെല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. വിഷ്ണു ഭാര്യയോട് എന്തായിരിക്കും ചോദിച്ചേക്കുന്നത്? അത് അറിയില്ല. പക്ഷേ എന്തായാലും അവർ ഫിസിക്കൽ റിലേഷൻ നടത്തി വന്നു. ഇവന് ആകെ ഇതായില്ലേ, ഡെസ്പായപ്പോഴേക്കും ചോദിച്ചു റിലേഷൻ ഉണ്ടായിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവൾ എഗ്രി ചെയ്യുന്നതാണ് പറയുന്നത്, ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞ് ഞാനെങ്ങനെ ഇനി ആ ബെഡിൽ കിടക്കും, ആ റൂമിൽ എങ്ങനെ ഞാൻ ജീവിക്കും, ഇതുപോലെ വിശ്വാസ വഞ്ചന കാണിച്ചൊരു സ്ത്രീയുടെ ഇതിലേ അങ്ങനെ അവൻ അങ്ങ് ഡെസ്പായി പോയതാണ്. പിന്നെ പക്ഷെ അവനെ ഒരിക്കലും അവളെ കളയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവൻ ഈ മറ്റേ ഷാജഹാൻ മുംതാസ് അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു അവർ. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പലതും നോക്കിയില്ലേ? അവൻ ശ്രമിച്ചു. ഒരാളുടെ കൂടെ കിടന്നിട്ട് പോലും അയാൾ സഹിക്കാൻ കാണിച്ചു. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ അൽമ പൂച്ചയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ആളാണ് അൽമ. അങ്ങനെ ഏതോ ഒരുത്തം കയറി അൽമയെ കൊത്തി വലിച്ചു. അങ്ങനെ പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിലേക്ക് വന്ന് കയറി അങ്ങനെ ആധിപത്യം സ്ഥാപിച്ചു. അത് ഈ വിഷ്ണു അറിയുന്നു. പിന്നെ അറിയാമല്ലോ, ആകെ പുലിവാല. അത് ഈ അമ്മയും കൃത്യമായിട്ട് പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ ഇല്ലീഗൽ എന്തെങ്കിലും ബന്ധം ഈ മകൻ അറിയായിരിക്കും അല്ലേ? അറിയായിരിക്കും, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അമ്മയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നത്? ഇപ്പോഴാണ് അറിയുന്നത്. അതിനു മുമ്പ് ഇയാൾ ഒരാളോടും പറഞ്ഞാണ്? ഒരു കാര്യവും പറയില്ല, തുറന്നു പറയുന്ന സ്വഭാവക്കാരനല്ല. ഈ പെൺകുട്ടി വേറെ ബന്ധം ഉണ്ടെന്നുള്ള ഉറപ്പായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും രണ്ടുപേരുടെ ജീവിതവും കുട്ടിച്ചോറ് അല്ലേ? അൽമ മരണപ്പെട്ട് അൽമയെ കൊന്ന കുറ്റത്തിന് വിഷ്ണു ജയിലിലുമായി. രണ്ടുപേരുടെ കുടുംബം ഇപ്പോൾ കണ്ണുനീരണിയുകയാണ് ഇവരെ ഓർത്തിട്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടാവുന്നില്ല. വിഷ്ണുവിന് അവളെ വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം, ഡൈവേഴ്സ് ചെയ്യാനൊക്കെ ഒരുപാട് മാർഗ്ഗമുണ്ട് ഈ രാജ്യത്തല്ലേ. അതൊക്കെ ചെയ്യാതെ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുക, എന്നിട്ട് ഇവൻ ജയിലിലേക്ക് പോവുക, വല്ല പരിഹാരമുണ്ടോ? ഒരു കാര്യവുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, സുഖകരമായിട്ടുള്ള ദാമ്പത്യ ബന്ധം നയിക്കുമ്പോൾ അതിലേക്ക് മൂന്നാമതൊരാൾ എപ്പോൾ കടന്നു വരുന്നോ ആ നിമിഷം മുതൽ അവിടെ പൊട്ടിത്തെറി തുടങ്ങുകയാണ്. പിന്നെ സംശയമായി, ചോദ്യം ചെയ്യലായി, അടിപിടിയായി, ഡൈവേഴ്സായി, കുത്തിക്കൊല്ലലായി എന്ന് വേണ്ട സർവത്ര പുകിലായി. അതുകൊണ്ട് മൂന്നാമതൊരാൾ കടന്നു വരാൻ ഒരു ഭാര്യയും ഒരു ഭർത്താവും അനുവദിക്കില്ലെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ അൽമയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതം എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.